Welcome to Tiffany's Kitchen. ഹായ് everyone, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് പാനിപ്പൂരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ചാറ്റ് റെസിപ്പീസാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ ആയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദഹി വട, പിന്നെ രാജ് കച്ചൂരി, പിന്നെ ചിക്ക് പീസ് വെച്ചിട്ടുള്ള ഒരു ചാറ്റ് റെസിപ്പി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് പാനിപ്പൂരി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ രാജ് കച്ചൂരി റെഡിയാക്കി എടുക്കുമ്പോൾ കാണിച്ചിട്ടുള്ള സെയിം പൂരിയുടെ റെസിപ്പി തന്നെയാണ് നമ്മുടെ ഈ പൂരിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ആ റവയൊന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല നനവുണ്ടായിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൗ റെഡിയാക്കി എടുക്കണം. നല്ലതായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാനിപ്പൂരിയിലേക്കുള്ള പാനി റെഡിയാക്കി എടുക്കാം. പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 3 പച്ചമുളക്, ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ തണുത്ത വെള്ളം, ഐസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഇന്ദുപ്പ്, പിന്നെ ആവശ്യത്തിന് സാധാരണ ഉപ്പും കൂടെ ചേർത്ത് അല്പം കൂടെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിലേക്കുള്ള ഒരു പാനി എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ലൂസ് പരുവം നോക്കി അതിനനുസരിച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാനിപ്പൂരിയിലേക്കുള്ള പാനി നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ഹാഫ് ലെമൺ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബൂന്തിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബൂന്തി എടുത്ത് അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നും ആവരുത്, ഒരുപാട് കട്ടിയിലും ആവരുത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താലും മതി. എന്തെങ്കിലും ബോട്ടിലിൻ്റെയൊക്കെ അതുപോലുള്ള മൂടിയെടുത്ത് ഇതുപോലെ ചെയ്താലും മതി. ഇപ്പം ഞാനെല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിനെ വീണ്ടും നമുക്ക് കുഴച്ചെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പൂരി ആയത് കാരണം തന്നെ നമുക്ക് 5-6 ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും നല്ലതായിട്ട് ഇത് പൊങ്ങി വരും. ഒന്ന് ലോ ഫ്ലെയിമിലാക്കി നല്ലതായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ഇപ്പോൾ 4 പൂരിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 4 പൂരിയും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇനി നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുക, നല്ലതായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലെ നല്ല പൊങ്ങിയിട്ടുള്ള പൂരി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പൂരിയെല്ലാം നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. മുഴുവൻ പൂരിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവൻ പൂരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിപ്പൂരിയിലേക്കുള്ള പാനിയും റെഡിയാണ്. ഇനി ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചിക്ക് പീസ് കൊണ്ടുള്ള ഒരു
ജസ്റ്റ് ഒരു ചാറ്റ് റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ചിക്ക് പീസ് വെച്ചിട്ട് ചാറ്റ് റെഡിയാക്കിയതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു ചിക്ക് പീസ് ചാറ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ ഒരു പൂരിയുടെ മുകൾ വശത്ത് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ചിക്ക് പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്പം സവാള കൊത്തിയരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പാനിയിലേക്ക് മുക്കിയെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ്. ഈ ഒരു പാനിയിൽ മുഴുവനായിട്ടും ഇതങ്ങ് മുക്കിയെടുത്ത് മുഴുവനോടെ വായിലേക്ക് ഇട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ള ഒന്നായിരിക്കും പാനിപൂരി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ചിക്ക് പീസ് വെറുതെ പുഴുങ്ങി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.